അതായത് നമ്മുടെ ഇതിനു മുമ്പുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്നറിയാമോ? ഇന്ത്യ UN-ൽ പോയിട്ടോ മറ്റോ ഒരു പ്രമേയം അവതരിപ്പിക്കും, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ വിളിച്ച് പറയും ഈ പാകിസ്ഥാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു, ക്രിക്കറ്റ് കളി നിർത്തിവെക്കും, ബോർഡർ അടയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ബോർഡർ തുറക്കും, ക്രിക്കറ്റ് കളി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ചില വേദികളിലൊക്കെ കാണും. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല, ഇപ്പോൾ ഒന്നുമില്ല. ഇതേപോലെ നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റ് പണ്ടേ ഇല്ല, ഇപ്പോൾ ഒട്ടുമില്ല. പിന്നെ ഇതേപോലെയുള്ള നിർണായക കരാറുകളിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ മുൻപുണ്ടായപ്പോൾ പോലും ഈ സിന്ധു നദീജല കരാറിൽ ആരും കൈവച്ചിരുന്നില്ല. കാര്യം അതൊരു മാനുഷിക പ്രശ്നമാണെന്നുള്ള പരിഗണന നൽകി നമ്മളത് മാറ്റി വെച്ചിരുന്നു. അത് മാത്രമല്ല, ഈ വെള്ളം തടഞ്ഞു വെച്ചാലും അത് ഒരു പരിധിക്കപ്പുറം നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കില്ലല്ലോ. വെള്ളം ഒഴുകുന്നത് തന്നെ ഒഴുകും. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അപ്പാരിവൻ സ്റ്റേറ്റ് ആണ്. അതായത് ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശവും. ഇപ്പം മേളിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് അതിനൊരു പ്ലാൻ ബി ഉണ്ട്. ഈ വെള്ളം നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ വലിയ കനാൽ ശൃംഖലകൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വെള്ളം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ഇനി പ്രസക്തമല്ല. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, നമ്മളത് പൂർണ്ണമായി വിനിയോഗിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന കടുത്ത നിലപാട് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി അത്ര പെട്ടെന്ന് അത് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല.